പതിറ്റാണ്ടായി വടക്കാഞ്ചേരിയുടെ കന്നഡ വ്യാപാര രംഗത്ത് വിശ്വസ്ത സേവന പാരമ്പര്യമുള്ള ജോൺസൺ കന്നഡ വ്യാപാരം ഇപ്പോൾ ആധുനിക രീതിയിൽ നവീകരിച്ച ഷോറൂമിൽ തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണ് ഡോക്ടറുടെ പരിശോധന, ഡ്രൈവിംഗ് ലൈസൻസിനായുള്ള സർട്ടിഫിക്കറ്റുകൾ, വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ആന്റി ഗ്ലെയർ ബ്ലൂ കട്ട് ലെൻസുകൾ കുറഞ്ഞ വിലയിൽ, ദിവസവും രാവിലെ 9 മണി മുതൽ രാത്രി 8 മണി വരെ ക്വാളിഫൈഡ് ഒപ്റ്റോമെട്രിസ്റ്റിന്റെ സേവനം, എല്ലാവിധ ബ്രാൻഡഡ് ഫ്രെയിമുകൾ, ലെൻസുകൾ എന്നിവ കുറഞ്ഞ നിരക്കിൽ. ജോൺസൺ കന്നഡ വ്യാപാരം, ജോൺസ് ടവർ, ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം, വടക്കാഞ്ചേരി. ഫോൺ 94963474. ADGP MR അജിത് കുമാർ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ദൂതനെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. MR അജിത് കുമാർ മുഖ്യമന്ത്രിയുടെ ഒരു ദൂതുമായി RSS നേതാവിനെ കാണുകയായിരുന്നു. ADGP RSS നേതാവിനെ കണ്ടതിന്റെ തെളിവ് തന്റെ കൈവശമുണ്ടെന്നും VD സതീശൻ പറഞ്ഞു. അതേസമയം അജിത് കുമാറിന് CPIMുമായി ബന്ധമുണ്ടെന്ന് താൻ പറഞ്ഞിട്ടില്ല. കേന്ദ്ര ഏജൻസികളുടെ കേസ് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി മുൻപും പോലീസ് ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചിട്ടുണ്ട്. ലോക്നാഥ് ബെഹ്റ DGP ആയിരുന്ന കാലത്ത് അദ്ദേഹത്തിന് കേന്ദ്രവുമായി ഉണ്ടായിരുന്ന ബന്ധം പിണറായി വിജയൻ ഉപയോഗിച്ചിരുന്നു. പിണറായി വിജയന് RSS നേതാക്കളുമായി അടുത്ത ബന്ധമാണുള്ളത്. കേരളത്തിലെ RSS നേതാക്കളുമായി മുഖ്യമന്ത്രി മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെന്നും സതീശൻ ആരോപിച്ചു. പിണറായി വിജയനും കേന്ദ്രവുമായുള്ള ബന്ധമാണ് തൃശൂർ പൂരം കലക്കലിലേക്ക് പോയതെന്നും VD സതീശൻ ആരോപിച്ചു. BJPയെ തൃശൂരിൽ ജയിപ്പിക്കുന്നതിന് നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് പൂരം കലക്കൽ. അതിന് ആരും മറുപടി പറയുന്നില്ല. ഒരു ഉദ്യോഗസ്ഥൻ അഴിഞ്ഞാടിയെന്നായിരുന്നു സർക്കാർ പറഞ്ഞത്. ആ സമയം അത്രയും ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാർ അവിടെയുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അജിത് കുമാർ ഇടപെടാത്തതെന്നും VD സതീശൻ ചോദിച്ചു. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.